ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ട്യൂബോർഡ്. മക്കളെ, നമ്മുടെ തൊട്ടു മുന്നിൽ ക്രിസ്മസ് എക്സാം വന്നിരിക്കുകയാണ് അല്ലേ. തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ സർ കാര്യമായി പഠിച്ചിട്ടില്ല. ഈ ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വരിക എന്ന് എനിക്കറിയില്ല. കംപ്ലീറ്റ് പഠിക്കാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിലുണ്ട് അല്ലേ. ഇങ്ങനെയൊക്കെ കുറേ ടെൻഷൻ അടിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, ആ ടെൻഷനൊക്കെ ഒഴിവാക്ക്. നിങ്ങൾക്ക് എന്തൊക്കെയാണോ ക്രിസ്മസ് എക്സാമിന് കെമിസ്ട്രിയിൽ ആവശ്യമുള്ളത് കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിരിക്കും. ഒരു ടെൻഷനും വേണ്ട. ഒന്ന് കോൺഫിഡൻ്റ് ആയിട്ട് ഉഷാറായിട്ട് ചിരിച്ചിരിക്കുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. മക്കൾ, ഈ വീഡിയോയിൽ ഞാൻ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് ലൈവ് ഒക്കെ ഇന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുന്ന സമയത്ത് അതിൽ കാണാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ്, അത് പഠിക്കാതെ ഒരിക്കലും നമുക്ക് ഈ എന്താ പറയുക ക്രിസ്മസ് എക്സാമിനെ അല്ലെങ്കിൽ പബ്ലിക് എക്സാമിനെ ഫേസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓരോ ക്വസ്റ്റ്യൻസും മക്കളെ ശ്രദ്ധിക്കുക, കൃത്യമായി പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക എന്നുള്ളതാണ് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത്. തുടങ്ങാലോ നമുക്ക്. യെസ് മക്കളെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് ഹെസ്സസ് ലോ. ഹെസ്സസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ ഇല്ലസ്ട്രേറ്റ് വിത്ത് ആൻ എക്സാമ്പിൾ. മക്കളെ, തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് ഹെസ്സസ് ലോ. എങ്ങനെ ഹെസ്സസ് ലോ ഡിഫൈൻ ചെയ്യുക? ഹെസ്സസ് ലോ പറയുന്നത് എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ തെർമോഡൈനാമിക് പ്രോസസ് വിൽ ബി സെയിം. ഒരു തെർമോഡൈനാമിക് പ്രോസസ്സിൻ്റെ എൻതാൽപ്പി ചേഞ്ച് സെയിം ആയിരിക്കും. എപ്പോൾ? വെൻ ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ സിംഗിൾ സ്റ്റെപ്പ് ഓർ സെവറൽ സ്റ്റെപ്പ്. മക്കളെ, ഒരു തെർമോഡൈനാമിക് പ്രോസസ്സ് നടക്കുന്നത് സിംഗിൾ സ്റ്റെപ്പിലാണെങ്കിലും സെവറൽ സ്റ്റെപ്പിലാണെങ്കിലും അവിടെയുള്ള എൻതാൽപ്പി ചേഞ്ച് എന്താണ്? സെയിം ആണ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹെസ്സസ് ലോ എന്ന് പറയുക. ഓക്കെ, ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. നോക്കൂ, കാർബൺ എന്ത് ചെയ്യുന്നു? ഓക്സിജനുമായി കമ്പൈൻ ചെയ്ത് ഒറ്റ സ്റ്റെപ്പിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു. ഒറ്റ സ്റ്റെപ്പിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായത്. അവിടെയുള്ള എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ച് ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി മക്കളെ, ഇതേ കാർബൺ ഡൈ ഓക്സൈഡ് രണ്ട് സ്റ്റെപ്പിൽ നമുക്കുണ്ടാക്കാം. എങ്ങനെയാണ്? ആദ്യം കാർബണ് ½ O2മായി റിയാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഓക്സിജനുമായി റിയാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? നമുക്ക് കാർബൺ മോണോക്സൈഡ് ഗ്യാസ് കിട്ടും. അതിൻ്റെ എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ H1 ആണ്. ആ കാർബൺ മോണോക്സൈഡ് ഗ്യാസ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ ആരുമായി റിയാക്ട് ചെയ്യാണ്? ½ O2 എന്ന് പറഞ്ഞാൽ എഗെയിൻ ഒരു ഓക്സിജൻ. അപ്പോൾ എന്താ മക്കളെ ഉണ്ടാവുക? വീണ്ടും ഒരു ഓക്സിജൻ കൂടും, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അതിൻ്റെ എൻതാൽപ്പി ചേഞ്ച് എന്താ? അതിൻ്റെ എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ H2. നിങ്ങൾ നോക്ക്, ഇത് ഒരു സ്റ്റെപ്പിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായതാണ്, ഇത് രണ്ട് സ്റ്റെപ്പിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായതാ. എന്താ എസ് ലോ പറയുന്നേ? ഒരു സ്റ്റെപ്പിൽ ഒരു തെർമോഡൈനാമിക് പ്രോസസ്സ് നടന്നാലും സെവറൽ സ്റ്റെപ്പിൽ നടന്നാലും എൻതാൽപ്പി ചേഞ്ച് എന്താ? സെയിം. അങ്ങനെയാണെങ്കിൽ മക്കളെ, ഇവിടെ നമുക്കൊരു കാര്യം എഴുതാൻ കഴിയും. എന്താണെന്നറിയോ? അക്കോർഡിംഗ് ടു എസ് ലോ. എന്താണ്? നിങ്ങൾ പേപ്പറിൽ ഇങ്ങനെ എഴുതി കൊടുക്കണം. അക്കോർഡിംഗ് ടു എന്താടാ? ഹെസ്സസ് ലോ. ഹെസ്സസ് ലോ പ്രകാരം എൻതാൽപ്പി ചേഞ്ച് ഓഫ് എ തെർമോഡൈനാമിക് പ്രോസസ് വിൽ ബി സെയിം വെദർ ഇറ്റ് ഈസ് ഇൻ എ സിംഗിൾ സ്റ്റെപ്പ് ഓർ സെവറൽ സ്റ്റെപ്പ്. സിംഗിൾ സ്റ്റെപ്പിൽ നടന്ന എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സെവറൽ സ്റ്റെപ്പിൽ നടന്ന എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ H1 പ്ലസ് ഡെൽറ്റ H2. റെഡി? ഇതാണ് ഹെസ്സസ് ലോ പ്രകാരം നമുക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ. ഹെസ്സസ് ലോ പ്രകാരം നമുക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. ഒരു തെർമോഡൈനാമിക് പ്രോസസ്സ് ഒരു സ്റ്റെപ്പിൽ നടക്കുമ്പോൾ എത്രയാണോ എൻതാൽപ്പി ചേഞ്ച് ചെയ്തത് അത് തന്നെയാണ് സെവറൽ സ്റ്റെപ്പിൽ നടക്കുമ്പോഴും ഉണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ച്. ക്ലിയർ അല്ലേടാ?
യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സെക്കൻഡ് ലോന്റെ പ്രത്യേകത അത് ഡിഫൈൻ ചെയ്യാൻ മാത്രമേ ചോദിക്കാറുള്ളൂ. എന്താ അത് പറയുന്നതെന്ന് അറിയാം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഡ്യൂറിങ് എവറി സ്പോണ്ടേനിയസ് പ്രോസസ് മക്കളെ, ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സ് നടക്കുമ്പോൾ എന്താ സംഭവിക്കുകയെന്നറിയോ? യൂണിവേഴ്സിന്റെ എൻട്രോപ്പി കൂടും. ഡ്യൂറിങ് എവറി സ്പോണ്ടേനിയസ് പ്രോസസ് എൻട്രോപ്പി ഓഫ് യൂണിവേഴ്സ് വിൽ ഇൻക്രീസ്. ഇതാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സ് നടക്കുമ്പോൾ യൂണിവേഴ്സിന്റെ എൻട്രോപ്പി കൂടും. വെരി സിമ്പിൾ. അടുത്തത് മക്കളെ, എന്താണ് എൻട്രോപ്പി? ഇറ്റ് ഈസ് ദ ഡിസോർഡർനെസ് or randomness of a system. മക്കളെ, ഒരു സിസ്റ്റത്തിന്റെ ഡിസോർഡർനെസ്സിനെ അല്ലെങ്കിൽ റാൻഡംനെസ്സിനെ എൻട്രോപ്പി എന്ന് വിളിക്കുക. ഒരു സിസ്റ്റം എത്രത്തോളം ഡിസോർഡർ ആയിട്ടാണ് കിടക്കുന്നത് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എൻട്രോപ്പി എന്ന് പറയുക. അടുത്തത്, റൈറ്റ് ഹൗ സ്പോണ്ടേനിറ്റി ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ റിലേറ്റഡ് ടു ഗിബ്സ് എനർജി ചേഞ്ച്. മക്കളെ, സ്പോണ്ടേനിറ്റി എങ്ങനെയാണ് ഗിബ്സ് എനർജി ചേഞ്ചുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നത്? വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ ആ പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആണ്. ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ ആ പ്രോസസ്സ് നോൺ സ്പോണ്ടേനിയസ് ആണ്. ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ ഡെൽറ്റ ജി 0 ആണെങ്കിൽ ആ പ്രോസസ്സ് ഇക്വിലിബ്രിയത്തിലാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇങ്ങനെയാണ് ഡെൽറ്റ ജി സ്പോണ്ടേനിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒരു പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ ഡെൽറ്റ ജി ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് എന്താവണം? നെഗറ്റീവ് ആവണം എന്ന ഐഡിയ ഒരു കാരണവശാലും മക്കളെ നിങ്ങൾ മറക്കാൻ പാടില്ല. ക്ലിയർ അല്ലേ പറഞ്ഞേ? അപ്പൊ ഈ 3 ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? എങ്ങനെയാണ് സ്പോണ്ടേനിറ്റി ഗിബ്സ് എനർജി ചേഞ്ചുമായി റിലേറ്റ് ചെയ്തതെന്ന് മനസ്സിലായില്ലേ? എന്താ സ്പോണ്ടേനിറ്റി എന്ന് മനസ്സിലായില്ലേ? എന്താ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് മനസ്സിലായില്ലേ? എന്താ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? ഡ്യൂറിങ് എവറി സ്പോണ്ടേനിയസ് പ്രോസസ് എൻട്രോപ്പി ഓഫ് യൂണിവേഴ്സ് വിൽ ഇൻക്രീസ്. സോ സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ? മക്കളെ, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻ്റ് എലമെൻസിൽ നിന്ന് ഫോം ചെയ്യുമ്പോഴുണ്ടാവുന്ന എൻതാൽപ്പി ചേഞ്ചിനെയാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് വിളിക്കുക. ഇറ്റ് ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് വെൻ 1 mole ഓഫ് എ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ 1 mole ഓഫ് എ കോമ്പൗണ്ട് ഈസ് ഫോംഡ് ഫ്രം ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യുവൻ്റ് എലമെൻസ്. ഒരു മോള് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു മോള് കോമ്പൗണ്ട് അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻ്റ് എലമെൻസിൽ നിന്ന് ഫോം ചെയ്യുമ്പോഴുള്ള എൻതാൽപ്പി ചേഞ്ചിനെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് വിളിക്കാം. റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റും ഒക്കെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലാണെങ്കിൽ അത് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. സോ സിമ്പിൾ. 1 മാർക്കിൻ്റെ ചോദ്യം. ഇനി ഇത് മക്കളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ്. ചെയ്ത് പ്രാക്ടീസ് വേണ്ട ക്വസ്റ്റ്യനായത്. ഞാൻ കൃത്യമായി പറഞ്ഞു തരാം, എൻ്റെ കൂടെ എഴുതിയെടുത്തോ. നോക്ക്. കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് മെത്തനോൾ. മെത്തനോളിൻ്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഈ ഡാറ്റയിൽ നിന്ന് നമ്മൾ കണ്ടെത്തണം. മക്കളെ, ഇവിടെ 3 റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ. മെത്തനോൾ ഇവിടെ ഉണ്ട്. നമ്മളോട് മെത്തനോളിൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷനാ ചോദിച്ചത്. അപ്പം മെത്തനോൾ ഫോം ചെയ്യണം. അപ്പോൾ മെത്തനോൾ പ്രോഡക്റ്റിൻ്റെ സൈഡിലല്ലേ വേണ്ടത്? അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഈ റിയാക്ഷനെ അഥവാ ഫസ്റ്റ് റിയാക്ഷനെ നിങ്ങൾ റിവേഴ്സ് ചെയ്യണം. ഫസ്റ്റ് റിയാക്ഷനെ മക്കളെ നിങ്ങൾ റിവേഴ്സ് ചെയ്താൽ റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റായി മാറും, പ്രൊഡക്റ്റ് റിയാക്റ്റൻ്റായി മാറും. അപ്പോൾ പ്രൊഡക്റ്റ് ആരാ അവിടെ ഉള്ളത്? കാർബൺ ഡയോക്സൈഡ്. ശ്രദ്ധിക്കണേ, കാർബൺ ഡയോക്സൈഡ് പ്ലസ് എത്ര H2O ഉണ്ട്? 2 H2O ഉണ്ട്. ഓക്കെ, 2 H2O ഉണ്ട്. ഗിവ്സ് റിയാക്റ്റൻ്റ് ആരാ? CH3OH, ദാറ്റ് ഈസ് മെത്തനോൾ. പ്ലസ് എത്ര O2 ആ? 3/2 O2 ആണ്. 3/2 O2 ആണ്. ഓക്കെ, ഇനി നോക്ക്. നിങ്ങളൊരു റിയാക്ഷൻ റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ എൻതാൽപ്പി ചേഞ്ചിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ
സൈന് മാറും. റിയാക്ഷൻ റിവേഴ്സ് ചെയ്യുമ്പോൾ സൈന് മാറും, ശ്രദ്ധിക്കണം. അപ്പം എന്താടാ ഇവിടെ ഉണ്ടാവുന്ന ഡെൽറ്റ RH0 എന്ന് പറയുന്നത് ഇവിടെ മൈനസ് ആണ്, അതിവിടെ എത്തുമ്പോൾ പ്ലസ് ആവും. സോ 726 കിലോജൂൾ പെർ മോൾ ആണ് അവിടെയുള്ള എൻതാൽപ്പി ചേഞ്ച്. സർ എന്തിനാണ് നമ്മൾ ഇത് തിരിച്ചത്? നമ്മളോട് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് മെത്തനോളാ ചോദിച്ചേ. മെത്തനോൾ ഫോം ചെയ്യണം, ഫോം ചെയ്യുന്ന ആൾ പ്രോഡക്റ്റിന്റെ സൈഡിലാണ് ഉണ്ടാവേണ്ടേ, ഇവിടെ റിയാക്ടന്റിന്റെ സൈഡിലാണ്, അതുകൊണ്ടാണ് തിരിച്ചത്. ഇനി നോക്ക്, ഒരു മെത്തനോൾ ഉണ്ടാവണമെങ്കിൽ എത്ര കാർബൺ വേണം? ഒരു കാർബൺ. അത് ഓൾറെഡി ഇവിടെ അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തോട്ടോ, 1 എന്ന് കൊടുത്തു. ഇവിടെ നിങ്ങൾ കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്തണ്ട, അതേപോലെ എടുത്തെഴുതിയാൽ മതി. കാരണം ഒരു കാർബൺ ആവശ്യമുള്ളത് അതവിടെ ഉണ്ട്. അപ്പോൾ കാർബൺ എന്ന് പറഞ്ഞാൽ ആരാടാ? ഗ്രാഫൈറ്റ്. കാർബണിൻ്റെ ഒരു അലോട്രോപ്പ ഗ്രാഫൈറ്റ്. പ്ലസ് എന്താ? O2 ഗീവ്സ് എന്താടാ? കാർബൺ ഡയോക്സൈഡ് അല്ലേ? യെസ്. എൻതാൽപ്പി ഓഫ് കമ്പഷൻ തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ തന്നിട്ടുണ്ട് -393 കിലോജൂൾ പെർ മോൾ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഗ്രാഫൈറ്റ് ടു ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, കുഴപ്പമില്ല. ഇനി മക്കളെ ചോദ്യം, മെത്തനോളിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഇവിടെ 3, ഇവിടെ 1, ടോട്ടൽ 4 എണ്ണം. അപ്പം നമുക്ക് എത്ര ഹൈഡ്രജൻ വേണം? 4 ഹൈഡ്രജൻ. ഇവിടെ 2 എണ്ണല്ലേ ഉള്ളൂ. യെസ്. അപ്പം 4 ആക്കണമെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ ഹൈഡ്രജനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ. ഒരു ഇക്വേഷനിലുള്ള ഒരാളെ മാത്രം മൾട്ടിപ്ലൈ ചെയ്യൽ പോസിബിൾ അല്ല. ഒരാളെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ മൊത്തമായി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2H2 എന്ന് കിട്ടും. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2/2 1 എന്ന് കിട്ടും. 1 എഴുതേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ O2 എന്ന് മാത്രം എഴുതിയാൽ മതി. ദാറ്റ് ഗീവ്സ് H2O. സോറി, ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ, അപ്പോൾ 2H2O. ഓക്കെ. ഇനി നോക്ക്, നമ്മൾ റിയാക്ഷനിലുള്ള എല്ലാവരെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എൻതാൽപ്പി ചേഞ്ചിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ നോക്ക്, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ 2 × -286 കിലോജൂൾ പെർ മോൾ. എടാ, ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്, ഇത് ഇക്വേഷൻ നമ്പർ 3 ആണ്. ഓക്കെ. ഇനി നിങ്ങൾ ഇത് 3 അങ്ങ് ആഡ് ചെയ്യടാ, വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് 3 മക്കളെ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക എന്നറിയണ്ടേ? ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ കാർബൺ ഡയോക്സൈഡ് ഉണ്ട്, ഇവിടെ കാർബൺ ഡയോക്സൈഡ് ഉണ്ട്, ക്യാൻസൽ ചെയ്ത് പോയി. ഇവിടെ 2 വാട്ടർ ലെഫ്റ്റിലുണ്ട്, ഇവിടെ 2 വാട്ടർ ലെഫ്റ്റിലുണ്ട്, ക്യാൻസൽ ചെയ്ത് പോയി. ഇനി നോക്കണേ, ഇവിടെ ഒരു O2, ഇവിടെ ഒരു O2. അപ്പോൾ ടോട്ടൽ 2 O2. എന്നാൽ ഇവിടെയോ 3/2 O2. നമുക്ക് പ്രൊഡക്റ്റ് നിന്ന് റിയാക്റ്റൻ്റ് മൈനസ് ചെയ്യാം. 3/2 O2 എന്ന് 2 O2 എന്ന് പറഞ്ഞാൽ 2 മൈനസ് ചെയ്യാണ്. ഇത് മൈനസ് ചെയ്ത് 2 × 2 4 ആണ്, 4 - 3 1 ആണ്. സോ 1/2 എന്നല്ലേ വരിക? യെസ്. അപ്പം ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ബാക്കി വരിക? 1/2 O2. ഇനി നിങ്ങളൊന്ന് എഴുതി നോക്കുക, ഇവിടെ ആരുണ്ട്? കാർബൺ എന്ന് പറഞ്ഞാൽ ആര്? ഗ്രാഫൈറ്റ്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2H2 എന്ന് പറഞ്ഞാൽ 4 ഹൈഡ്രജൻ പ്ലസ് എത്ര ഓക്സിജൻ? ഹാഫ് ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓക്സിജൻ. പ്രൊഡക്റ്റിന്റെ സൈഡിൽ ആരെ ബാക്കിയായിരുന്നു? ഇത് മൊത്തം ക്യാൻസൽ ചെയ്തു. ഇനി മെത്തനോൾ മാത്രമേ ഉള്ളൂ. സോ CH3OH. മക്കളെ നോക്ക്, ഒരു കാർബൺ 4 ഹൈഡ്രജൻ ഒരു ഓക്സിജൻ ബാലൻസ്ഡാ. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇതിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ അല്ലടാ കിട്ടണ്ടേ. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഇതിന്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കിട്ടാൻ ഇത് പ്ലസ് ഇത് ആഡ് ചെയ്താൽ മതി. അപ്പൊ എന്താണോ മക്കളെ നിങ്ങൾക്ക് കിട്ടുക? ദാറ്റ് ഈസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് മെത്തനോൾ. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്താ? ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യൽ നിർബന്ധം. സർ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പഠിച്ചിട്ടില്ല. നിനക്ക് വേണ്ടിയിട്ടല്ലേടാ ഞാനിത് പറഞ്ഞു തന്നത്, നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇത് ഓരോ സ്റ്റെപ്പും പറഞ്ഞു തന്നത്. നീറ്റായിട്ടൊന്ന് നോട്ടിൽ എഴുതിയെടുക്കുക, 1-2 തവണ പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാ സോൾവ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ. നമുക്ക് വേണ്ട രൂപത്തിൽ ആ റിയാക്ഷനെ മാറ്റിയെടുക്കാൻ കഴിയണം. അതിനാരെ കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അയാളെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി റിവേഴ്സ് ചെയ്യണോ എങ്കിൽ റിവേഴ്സ് ചെയ്യുക. എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്ത് നമുക്ക് വേണ്ട സാധനം ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് ഐഡിയ. പ്രാക്ടീസ് വേണം മക്കളെ. ഈ നിങ്ങൾ പബ്ലിക് എക്സാമിലേക്ക് ഇതിന് എക്സ്പേർട്ട് ആവണം.
അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഗിവ് ഇറ്റ്സ് മാത്തമാറ്റിക്കൽ ഫോം. നമ്മൾ പറഞ്ഞതല്ലേ ഫസ്റ്റ് ലോ എന്താ? എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോ ബി ഡിസ്ട്രോയിഡ് എന്ന് പറയാം. അല്ലെങ്കിൽ ദ ഇന്റേണൽ എനർജി ചേഞ്ച് ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് കോൺസ്റ്റന്റ് എന്ന് പറയാം. അതിൻ്റെ എന്താ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എന്താ? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്നല്ലേ മക്കളെ? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്നല്ലേ? യെസ്. അടുത്തത്, ആൻ എക്സാമ്പിൾ ഫോർ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടി എക്സ്റ്റെൻസീവ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസ് ഇൻറ്റൻസീവ്. മക്കളെ, മാസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വോളിയം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഹീറ്റ് കപ്പാസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഡെൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഡെൻസിറ്റി is an example for intensive. ബാക്കിയുള്ളവരൊക്കെ എക്സ്റ്റെൻസീവിന്റെ എക്സാമ്പിൾ ആണ്. എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്സ്റ്റെൻസീവ്, എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത് ഇന്റൻസീവ്. മക്കളെ, ഇന്റൻസീവ് ഇൻഡിപെൻഡന്റ്, ഇന്റൻസീവ് ഇൻഡിപെൻഡന്റ്, അങ്ങനെയല്ലേ പഠിക്കാൻ പറഞ്ഞേ? മറക്കരുത്. അടുത്തത്, സ്റ്റേറ്റ് ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ പറഞ്ഞു കഴിഞ്ഞു. ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഡിഫൈൻ ഗിബ്സ് എനർജി. ഇറ്റ് ഈസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് എനർജി ദാറ്റ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫ്രം എ സിസ്റ്റം ഫോർ ഡൂയിങ് എ യൂസ്ഫുൾ വർക്ക്. മക്കളെ, ഒരു യൂസ്ഫുൾ വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു സിസ്റ്റത്തിൽ നിന്ന് ലഭിക്കുന്ന മാക്സിമം എമൗണ്ട് ഓഫ് എനർജിയുടെ പേരാണ് ഗിബ്സ് ഫ്രീ എനർജി. Gibbs free energy. Give the relation between Gibbs energy change, entropy change. മക്കളെ, that is most important. Delta G is equal to delta H minus T delta S. ഇതാണ് ഡെൽറ്റ ജിയും ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും കണക്റ്റ് ആവുന്ന ഇക്വേഷൻ. പഠിക്കണം നമ്മൾ, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം നമ്മൾ. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാ, ഡെൽറ്റ ജി 0 ആണെങ്കിൽ ഇക്വിലിബ്രിയം, ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസ്, ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ നോൺ സ്പോണ്ടേനിയസ്. ക്ലിയർ? യെസ്. അടുത്തത്, ഡിഫൈൻ എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ്. നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരു സിസ്റ്റത്തിൻ്റെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസ് എക്സ്റ്റെൻസീവ്, എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത് ഇൻറ്റൻസീവ്. അടുത്തത്, ചൂസ് ദ ഇൻറ്റൻസീവ്. ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ്, എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എൻതാൽപ്പി എക്സ്റ്റെൻസീവാ, ഹീറ്റ് കപ്പാസിറ്റി എക്സ്റ്റെൻസീവാ, ഇന്റേണൽ എനർജി എക്സ്റ്റെൻസീവാ. മക്കളെ, മോളാർ വോളിയം, മോളാർ എന്ന് വന്നാൽ തന്നെ ഇൻറ്റൻസീവാ. മോളാർ വോളിയം മാത്രമാണെങ്കിൽ എക്സ്റ്റെൻസീവാ, പക്ഷെ മോളാർ വോളിയം എന്താ? ഇൻറ്റൻസീവാ. മറന്നു കളയരുത്. സോ ദിസ് ഇസ് ദി ആൻസർ. അടുത്തത്, ദ എൻതാൽപ്പി ആൻഡ് എൻട്രോപ്പി ചേഞ്ച് ഓഫ് എ റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഇത് എന്താണ്? ഡെൽറ്റ എച്ച് ആണ്. ഇതെന്താണ്? ഡെൽറ്റ എസ് ആണ് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഗിബ്സ് എനർജി ചേഞ്ച്. ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. സോ സിമ്പിൾ മക്കളെ. ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ ഉണ്ട്. എന്താ അത്? 490 കിലോ ജൂൾ. അത് കിലോ ജൂളാണ്, ഇത് ജൂളാണ്. അപ്പോൾ കിലോ ജൂളിനെ ജൂളാക്കാൻ ഇൻറ്റു 10⁻³ ജൂൾ, ജൂൾ പെർ മോൾ. ജൂൾ പെർ എന്താണ്? മോൾ. മൈനസ് ടെമ്പറേച്ചർ എത്രയാ? 300 ഇൻറ്റു ഡെൽറ്റ എസ് എത്ര? എവിടെയുണ്ട്? 1980 ജൂൾ പെർ കെൽവിൻ പെർ മോൾ. അതൊന്നും യൂണിറ്റ് ഒക്കെ ഒഴിവാക്ക്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കിലോ ജൂളിന് ജൂളാക്കിയിട്ടുണ്ടല്ലോ. സോ മൈനസ് 300 ഇൻറ്റു 1980 മതി. ഇത് നിങ്ങൾ ചെയ്യുക. ഇത് മക്കളെ നിങ്ങൾ ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ആൻസർ കിട്ടില്ലേ? ആ ആൻസർ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നോക്കുക. നെഗറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസ് ആണ്, പോസിറ്റീവ് ആണെങ്കിൽ നോൺ സ്പോണ്ടേനിയസാ. അപ്പോൾ ഇവിടെ ഇത്രയേ അറിയേണ്ടതുള്ളൂ. ഈ ഇക്വേഷൻ നിങ്ങളുടെ കയ്യിൽ സേഫ് ആയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഡെൽറ്റ എച്ച് തന്നു, ടി തന്നു, ഡെൽറ്റ എസ് തന്നു. എന്നിട്ട് സ്പോണ്ടേനിയസ് ആണോ എന്നാ ചോദിക്കുന്നത്. ഈ ആൻസർ നെഗറ്റീവ് ആണ് സ്പോണ്ടേനിയസ്, പോസിറ്റീവ് ആണ് നോൺ സ്പോണ്ടേനിയസ്. Is it clear? Yes. അടുത്തത്, നെയിം ദ തെർമോഡൈനാമിക് സിസ്റ്റം വിച്ച് ക്യാൻ എക്സ്ചേഞ്ച് എനർജി ആൻഡ് മാറ്റർ. മക്കളെ, എനർജി എക്സ്ചേഞ്ച് ചെയ്യുന്ന, മാറ്റർ എക്സ്ചേഞ്ച് ചെയ്യുന്ന സിസ്റ്റത്തെ
ഓപ്പൺ സിസ്റ്റം എന്നാണ് നമ്മൾ പറയുക. എനർജി എക്സ്ചേഞ്ച് ചെയ്യും, മാറ്റർ എക്സ്ചേഞ്ച് ചെയ്യില്ല. ദാറ്റ് ഇസ് ക്ലോസ്ഡ്. രണ്ടും എക്സ്ചേഞ്ച് ചെയ്യില്ല, ഐസൊലേറ്റഡ് എന്നല്ലേ പഠിച്ചേ? നമുക്കറിയുന്ന കാര്യമാണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് ഡിഫൈൻ എക്സ്റ്റെൻസീവ് പറഞ്ഞു കഴിഞ്ഞു. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടി എക്സ്റ്റെൻസീവ്, ഡിപ്പെൻഡ് ചെയ്യാത്തത് ഇൻറ്റൻസീവ്. ഐഡന്റിഫൈ എക്സ്റ്റെൻസീവ് ഫ്രം ദ ഫോളോയിങ്. മക്കളെ, ഡെൻസിറ്റി ഒരു ഇൻറ്റൻസീവാണ്, ഇൻറ്റൻസീവാ. മാസ് ഒരു എക്സ്റ്റെൻസീവാ. പ്രഷർ ഒരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാ. വോളിയം ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാ. എമൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്സ്റ്റെൻസീവ്, ഡിപ്പെൻഡ് ചെയ്യാത്തത് ഇൻറ്റൻസീവ്. മക്കളെ, സെറ്റ് അല്ലടാ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സോ സിമ്പിൾ. അടുത്തത് കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. ഒരു എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കാണാൻ പറഞ്ഞ്. ഏതിൻ്റെ? ഇതിൻ്റെ. എന്നിട്ടോ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാൽസ്യം കാർബണേറ്റ് എല്ലാം തന്നിട്ടുണ്ട്. ഇതൊരു സില്ലി മാറ്റർ. എന്താണെന്നറിയോ മക്കളെ? ഒരു റിയാക്ഷൻ്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ നിങ്ങൾക്ക്? ഒരു റിയാക്ഷൻ്റെ ടോട്ടൽ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്ട്സ് മൈനസ് ടോട്ടൽ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റൻസ്. ഇത് ചെയ്താൽ മതി. ഇതാണ് അതിനുള്ള ഐഡിയ. അതായത് ഒരു റിയാക്ഷനകത്തുള്ള ടോട്ടൽ പ്രൊഡക്ട്സ്, ഇവിടെ 2 പ്രൊഡക്റ്റ് ഉണ്ട്. ടോട്ടൽ പ്രൊഡക്ട്സിൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷനിൽ നിന്ന് റിയാക്റ്റൻറ്റിൻ്റെ ടോട്ടൽ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഒക്കെ തന്നിട്ടുണ്ട്. എടാ, പ്രൊഡക്റ്റ് ആരൊക്കെയാ? കാൽസ്യം ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്. കാൽസ്യം ഓക്സൈഡിൻ്റെ ഇത് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാ? -635.09 ആണ്. പ്ലസ് എത്ര പ്ലസ് ചെയ്യേണ്ടത്? കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാ? അതും -393.51 ആണ്. കിലോ ജൂൾ പെർ മോൾ. ഇതാണ് പ്രോഡക്റ്റിന്റെ ടോട്ടൽ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. അതിനെന്താ മൈനസ് ചെയ്യേണ്ടത്? റിയാക്റ്റന്റ് കാൽസ്യം കാർബണേറ്റ്. അതിവിടെ തന്നിട്ടുണ്ട്. എത്രയാ? -1206.92 കിലോ ജൂൾ പെർ മോൾ. മക്കളെ, ഇത് രണ്ടും മൈനസ് ചെയ്യുക. മൈനസ് ചെയ്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. അപ്പൊ പ്രോഡക്റ്റിന്റെ ടോട്ടൽ എൻതാൽപ്പി ഓഫ് ഫോർമേഷനിൽ നിന്ന് റിയാക്റ്റന്റിന്റെ ടോട്ടൽ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ മൈനസ് ചെയ്താൽ അതിന്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ അല്ല, റിയാക്ഷൻ ആ കിട്ടുക. ഫോർമേഷൻ അവിടെ ഉള്ളേ, പക്ഷെ അവിടെ ഉള്ളത് റിയാക്റ്റന്റ് ആണ്, റിയാക്ഷൻ ആണ്. യെസ്. അപ്പൊ ഇവിടെ മയഞ്ഞു പോയതാണ്. എന്താ സംഭവം? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കേട്ടോ, ഓഫ് റിയാക്റ്റൻസ്. അതായത് പ്രൊഡക്റ്റ് നിന്ന് റിയാക്റ്റന്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ഐഡിയ. അടുത്തത്, റൈറ്റ് ദ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. Delta U is equal to Q plus W. Define standard enthalpy of formation. പറഞ്ഞു കഴിഞ്ഞു. ഇനി write the condition of temperature for the process to be spontaneous whose delta H and delta S values are positive. മക്കളെ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഡെൽറ്റ G is equal to ഡെൽറ്റ H minus T delta S. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നിങ്ങൾ മനസ്സിലാക്കി, ഇവിടെ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണ്, ഡെൽറ്റ എസിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ ഡെൽറ്റ ജി വിൽ ബി ഓൾവേസ് നെഗറ്റീവ്. ഡെൽറ്റ ജി എപ്പോഴും നെഗറ്റീവാ, അതെപ്പോഴും സ്പോണ്ടേനിയസാ. ഇനി ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണ്, ഡെൽറ്റ എസിൻ്റെ വാല്യൂയും പോസിറ്റീവ് ആണ്. അപ്പോൾ ഡെൽറ്റ ജിൻ്റെ വാല്യൂ നെഗറ്റീവ് ആവും. എപ്പോഴാണെന്നറിയോ? അറ്റ് ഹൈ ടെമ്പറേച്ചർ. അറ്റ് ഹൈ എന്താടാ? ടെമ്പറേച്ചർ. ഇനി ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണ്, ഡെൽറ്റ എസിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണ്. അപ്പോൾ ഡെൽറ്റ ജിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയപ്പോഴാ? അറ്റ് വെരി ലോ ടെമ്പറേച്ചറാ. ഇനി മക്കളെ, ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണ്, ഡെൽറ്റ എസിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണ് എങ്കിൽ ഡെൽറ്റ ജി വിൽ ബി ഓൾവേസ് പോസിറ്റീവ്. ഇവിടെ ആക്ച്വലി ചോദിച്ചത് എന്താ? രണ്ടും
പോസിറ്റീവ് ആവുന്ന സിറ്റുവേഷൻ ആണ്. അപ്പോൾ സ്പോണ്ടേനിയസ് ആവുന്നത് ഹൈ ടെമ്പറേച്ചറിലാണെന്ന് മനസ്സിലാക്കുക. അതിനു പകരം ഏത് ക്വസ്റ്റ്യൻ വന്നാലും മക്കളെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയണം. അതിനുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവണം. അതുകൊണ്ടാണ് ഇത് പഠിപ്പിച്ചേ. റെഡി? യെസ്. അടുത്തത് ഇൻ എ പ്രോസസ് നോക്കടാ, 701 joule of heat is absorbed by a system and 394 joule of work is done by the system. Change in internal energy is equal to Q plus W. Q എത്രയാ? ഇത്രത്തോളം എനർജി അബ്സോർബ് ചെയ്തു എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സൈൻ ആണ്. പ്ലസ് 393 joule of system done by the system. ആരാ വർക്ക് ചെയ്തത്? സിസ്റ്റം വർക്ക് ചെയ്യുമ്പോൾ നെഗറ്റീവ് സൈൻ ആണ്. ഇവിടെ പ്ലസ് ആണെങ്കിലും സിസ്റ്റമാ വർക്ക് ചെയ്തതെങ്കിൽ നെഗറ്റീവ് സൈൻ ആണ്. ഇത് മൈനസ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദി ആൻസർ. ഇതിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? സിസ്റ്റത്തിലേക്ക് ഹീറ്റ് വരുമ്പോൾ പോസിറ്റീവ്, സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ നെഗറ്റീവ്. ഓൺ ദ സിസ്റ്റം വർക്ക് ചെയ്യുമ്പോൾ പോസിറ്റീവ്, ബൈ ദ സിസ്റ്റം വർക്ക് ചെയ്യുമ്പോൾ നെഗറ്റീവ് സൈന്. ഇതാണ് സൈനിൻ്റെ കാര്യത്തിൽ മക്കളെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അത് നിങ്ങൾ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ആൻസർ മാറിപ്പോവും. ഇവിടെ എന്തുകൊണ്ടാണ് പ്ലസ് ഇട്ടത്? സിസ്റ്റം ഹീറ്റ് അബ്സോർബ് ചെയ്തതാ. ഇവിടെ എന്തുകൊണ്ടാണ് നെഗറ്റീവ് ഇട്ടത്? സിസ്റ്റമാണ് വർക്ക് ചെയ്തത് എന്നുള്ളത് കൊണ്ടാ. മറന്നു കളയരുതേ, ഇമ്പോർട്ടൻ്റ്. അടുത്തത് വാട്ട് ഈസ് സ്പോണ്ടേനിയസ്? മക്കളെ, ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ നടക്കുന്ന പ്രോസസ്സാണ് സ്പോണ്ടേനിയസ് പ്രോസസ്സ്, അല്ലേ? വെള്ളം ഇവാപ്പറേറ്റ് ചെയ്യുന്നത്, വാട്ടർ ഹൈ ഏരിയയിൽ നിന്ന് ലോവർ ഏരിയയിലേക്ക് ഫ്ലോ ചെയ്തു വരുന്നത്, അതൊന്നും എക്സ്റ്റേണൽ ഏജൻസിയുടെ ഹെൽപ്പ് ഇല്ല. അതൊക്കെ സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. നോക്ക്, ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്, എൻട്രോപ്പി ചേഞ്ച് തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ എച്ച് തന്നിട്ടുണ്ട്. ഇവിടെ ചോദിച്ചാൽ എന്താ അറിയോ? ഡെൽറ്റ എസ് നെഗറ്റീവ് ആയിട്ടും എന്തുകൊണ്ട് സ്പോണ്ടേനിയസ് ആയിന്ന? ഡെൽറ്റ എസ് നെഗറ്റീവ് ആയിട്ടും എന്തുകൊണ്ട് സ്പോണ്ടേനിയസ് ആയിന്ന? മക്കളെ, ഒരാൾ സ്പോണ്ടേനിയസ് ആണോ അല്ലേ എന്ന് പറയുന്നത് ഡെൽറ്റ എസ് അല്ല, ഡെൽറ്റ ജി ആണ്. എങ്ങനെയാ ഡെൽറ്റ ജി കാണുക? നമുക്കറിയാം ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് മൈനസ് 1648 കിലോ ജൂൾ പെർ മോൾ ആണ്. മൈനസ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 298 കെൽവിൻ ആണ്. ഡെൽറ്റ എസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് എത്രയാണ്? ഇവിടെ കിലോ ജൂളും ഇവിടെ ജൂളും ആയതുകൊണ്ട് ഇയാളെ നമ്മൾ ഇൻറ്റു 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണേ. യെസ്, ഇവിടെ എത്രയാ? മൈനസ് 549.4. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് എ നെഗറ്റീവ് വാല്യൂ. അതായത് ഡെൽറ്റ എസ് നെഗറ്റീവ് ആണോ അല്ലേ നോക്കിയിട്ടല്ല സ്പോണ്ടേനിറ്റി പറയാ. ഡെൽറ്റ ജി നെഗറ്റീവ് ആവുമ്പോഴാണ് സ്പോണ്ടേനിയസ് ആവുക. ഇത് നിങ്ങൾ സോൾവ് ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് വാല്യൂ ഉള്ള ആൻസർ ആവുക. അതുകൊണ്ടാണ് അത് സ്പോണ്ടേനിയസ് ആയത്. സ്പോണ്ടേനിറ്റി പറയുന്നത് ഡെൽറ്റ എസ് വെച്ചിട്ടല്ല, ഡെൽറ്റ ജി വെച്ചിട്ടാ. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി ചേഞ്ച് സീറോ ആണ്. അറിഞ്ഞിരിക്കുക. അടുത്തത് ഡിഫറൻഷിയേറ്റ് സ്റ്റേറ്റ് ഫംഗ്ഷൻ ആൻഡ് പത്ത് ഫംഗ്ഷൻ. എന്താടാ സ്റ്റേറ്റ് ഫംഗ്ഷൻ? ഇനീഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്റ്റേറ്റ് ഫംഗ്ഷൻ. സ്റ്റേറ്റ് ഫംഗ്ഷന്റെ എക്സാമ്പിൾ ആണ് എന്ത് എന്ന് പറയുന്നത്? ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, പ്രഷർ എന്ന് പറയുന്നത്, എൻതാൽപ്പി, ഇന്റേണൽ എനർജി, എൻട്രോപ്പി, ഗിബ്സ് ഫ്രീ എനർജി, ഹീറ്റ് കപ്പാസിറ്റി ഒക്കെ സ്റ്റേറ്റ് ഫംഗ്ഷനാ. ഇനി ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റിനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഇനീഷ്യലിൽ നിന്ന് ഫൈനലിലേക്ക് എത്താൻ ഫോളോ ചെയ്ത പാത്തിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പാത്ത് ഫംഗ്ഷനാണ്. മക്കളെ, പാത്ത് ഫംഗ്ഷന് പ്രധാനപ്പെട്ട 2 എക്സാമ്പിളാണ് ഉള്ളത്. ഒന്ന് ഹീറ്റാണ്, 2 വർക്കാണ്. നമ്മളത് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് മക്കളെ. ഇത് പഠിക്കാതെ നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോവരുത്. ബിക്കോസ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണത്. അടുത്തത് നോക്കൂ, വാട്ട് ഈസ് മീൻ ബൈ എൻട്രോപ്പി? നമ്മൾ പറഞ്ഞതാ. ഇവിടെ 2 പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പൊ എൻട്രോപ്പിക്ക് എന്താ ചേഞ്ച് സംഭവിക്കുന്നത്? ഗ്യാസ് കണ്ടൻസൻസ് ഇൻടു ലിക്വിഡ്. ഗ്യാസ് കണ്ടൻസ് ചെയ്ത് ലിക്വിഡ് ആവുക. അപ്പൊ ഡിസോർഡർനെസ് കുറയല്ലേ ചെയ്യുക? ഗ്യാസ് ലിക്വിഡ് ആവുക എന്ന് പറഞ്ഞാൽ ഡിസോർഡർനെസ് കുറയും. ഡിസോർഡർനെസ് കുറയുമ്പോൾ ഡെൽറ്റ എസിന്റെ വാല്യൂ നെഗറ്റീവ് ആണ്. കാൽസ്യം കാർബണേറ്റ് ഒരു സോളിഡ് ആണ്. ആ സോളിഡ് ഡികമ്പോസ് ചെയ്യാണ്, എന്നിട്ട് സോളിഡും ഗ്യാസും ഉണ്ടാവുകയാണ്. ഇവിടെ സോളിഡേ ഉള്ളൂ. അത് ഡികമ്പോസ് ചെയ്യുമ്പോൾ സോളിഡ് ഉണ്ടാവുന്നുണ്ട്,
പ്ലസ് ഗ്യാസ്. എടാ ഗ്യാസ് കൂടെ വന്നു കഴിഞ്ഞാൽ എൻട്രോപ്പി കൂടും. അപ്പൊ ഡെൽറ്റ എസിന്റെ വാല്യൂ എന്താടാ വരിക? ഡെൽറ്റ എസിന്റെ വാല്യൂ പോസിറ്റീവ്. സോ എൻട്രോപ്പി എന്താ ചെയ്യുന്നേ? കൂടുക ചെയ്യുന്നത്. യെസ്. അപ്പൊ മക്കളെ നമ്മൾ ഒരു പ്രോസസ്സ് തന്ന് ഡെൽറ്റ എസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചോദിക്കാറുണ്ട്. മനസ്സിലാക്കുക കേട്ടോ. അടുത്തത്, റൈറ്റ് ദ തെർമോഡൈനാമിക് ഇക്വേഷൻ കറസ്പോണ്ടിങ് ടു ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ബെൻസീൻ. ബെൻസീൻ്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷനുമായി ബന്ധപ്പെട്ട ഒരു തെർമോഡൈനാമിക് ഇക്വേഷൻ എഴുതേണ്ടത്. മക്കളെ നോക്ക്, ഒരു തെർമോഡൈനാമിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആദ്യം എഴുതുക. ബെൻസീൻ എന്ന് പറഞ്ഞാൽ C6H6 അല്ലേ? അപ്പോൾ 6 കാർബൺ വേണം. 6 കാർബൺ എഴുതി. പ്ലസ് എത്ര ഹൈഡ്രജൻ? 6 ഹൈഡ്രജൻ. 6 ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 3 H2 മതി. ഇവരെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ C6H6 ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ അറിയോ? ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതാം. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഒക്കെ ബ്രാക്കറ്റിൽ എഴുതുക. അതിൻ്റെ കൂടെ എൻതാൽപ്പി ചേഞ്ച് കൂടെ വരുമ്പോഴാണ് അതൊരു തെർമോഡൈനാമിക് ഇക്വേഷൻ ആവുക. ഇവിടെയുള്ള എൻതാൽപ്പി ചേഞ്ച് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അതും കൂടെ നിങ്ങൾ എഴുതി വെച്ചു കഴിഞ്ഞാൽ ഇതൊരു തെർമോഡൈനാമിക് ഇക്വേഷൻ ആയി. ഇതൊരു തെർമോഡൈനാമിക് ഇക്വേഷൻ ആയി. ക്ലിയർ അല്ലേടാ? യെസ്. അടുത്തത്, എക്സ്പ്ലെയിൻ ദ ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാ. ഇനി ഡ്രോ ദ എൻതാൽപ്പി ഡയഗ്രാം ഓഫ് എക്സോതെർമിക് ആൻഡ് എൻഡോതെർമിക്. മക്കളെ ഇങ്ങനെ വരക്കുക. ഇവിടെ എൻതാൽപ്പി, ഇത് റിയാക്ഷൻ കോർഡിനേറ്റ്, റിയാക്ഷൻ കോർഡിനേറ്റ്. ഓക്കെ, ഇത് മക്കളെ നോക്ക്, എൻതാൽപ്പി, ഇത് റിയാക്ഷൻ കോർഡിനേറ്റ്, റിയാക്ഷൻ കോർഡിനേറ്റ്. നമുക്കറിയുന്ന കാര്യമാണ് മക്കളെ, നമുക്കറിയുന്ന കാര്യമാണ് എക്സോതെർമിക്കിന്റെ പ്രത്യേകത. എക്സോതെർമിക്കിന്റെ പ്രത്യേകത എന്താ? അവിടെ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ്. മക്കളെ എൻഡോതെർമിക്കിന്റെ പ്രത്യേകത എന്താ? എൻഡോതെർമിക്കിന്റെ പ്രത്യേകത എന്താ? ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണ്. ഡെൽറ്റ എച്ച് പോസിറ്റീവ്. എങ്ങനെയാ മക്കളെ ഗ്രാഫ് വരിക? എങ്ങനെ ഗ്രാഫ് വരിക? എക്സോതെർമിക് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാ ഗ്രാഫ് വരിക. ഇത് റിയാക്റ്റൻ്റ് ആണെങ്കിൽ ഇത് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ എൻതാൽപ്പി എന്താ? പ്രൊഡക്റ്റിൻ്റെ എൻതാൽപ്പി എന്താ? കുറവാണ്. റിയാക്റ്റൻ്റ് എൻതാൽപ്പി കൂടുതലാണ്. അപ്പോൾ എൻതാൽപ്പി ഓഫ് പ്രോഡക്റ്റ് മൈനസ് എൻതാൽപ്പി ഓഫ് റിയാക്റ്റൻ്റ് ഡെഫിനറ്റ്ലി നെഗറ്റീവ് ആയിരിക്കും. ഇനി എൻഡോതെർമിക്കിൻ്റെ പ്രത്യേകത എന്താ? ഇങ്ങനെയാ മക്കളെ ഗ്രാഫ് വരിക. ഇത് പ്രോഡക്റ്റ്, ഇത് റിയാക്റ്റൻ്റ്. ഇത് എൻതാൽപ്പി ഓഫ് റിയാക്റ്റൻ്റ്, ഇത് എൻതാൽപ്പി ഓഫ് പ്രോഡക്റ്റ്. അപ്പോൾ എൻതാൽപ്പി ഓഫ് പ്രോഡക്റ്റ് മൈനസ് എൻതാൽപ്പി ഓഫ് റിയാക്റ്റൻ്റ് ഡെഫിനറ്റ്ലി പോസിറ്റീവാണ് വരിക. കാരണം എന്താ? പ്രൊഡക്റ്റ് അല്ലേടാ കൂടുതൽ, ഇവിടെ റിയാക്റ്റൻ്റ് കുറവ്. ഇവിടെ പ്രൊഡക്റ്റ് കുറവും റിയാക്റ്റൻ്റ് കൂടുതലുമാ. അപ്പോൾ കുറവെന്ന് കൂടുതൽ മൈനസ് ചെയ്താൽ നെഗറ്റീവ്. ഇങ്ങനെയാ ഗ്രാഫ് വരിക. ക്ലിയർ? സിമ്പിളാണ്, കുഴപ്പമൊന്നുമില്ല. ഒരു തവണ ഒന്ന് വരച്ച് നോക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ ലാറ്റിസ് എൻതാൽപ്പി. മക്കളെ ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താ? ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കുക, എ സോഡിയം Na plus in gaseous state, Cl minus in gaseous state. ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് ഒരു മോൾ NaCl ക്രിസ്റ്റൽ ഉണ്ടാവുക. എന്താടാ? ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള രണ്ട് ഓപ്പോസിറ്റ് ചാർജ് അയോണുകൾ കമ്പൈൻ ചെയ്ത് ഒരു മോൾ അയോണിക് ക്രിസ്റ്റൽ ഉണ്ടാവുമ്പോൾ അവിടെയുള്ള എൻതാൽപ്പി ചേഞ്ചിന്റെ പേരാണ് ലാറ്റിസ് എൻതാൽപ്പി. മക്കളെ ലാറ്റിസ് എൻതാൽപ്പി ഇൻഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ ബോൺ ഹേബർ സൈക്കിൾ ഉപയോഗിക്കുന്നത്. ആ ബോൺ ഹേബർ സൈക്കിൾ ഞാൻ ഇവിടെ വരക്കുന്നില്ല, പക്ഷെ നിങ്ങൾ വിഷമിക്കരുത്. ഇന്നത്തെ ലൈവിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് അത് നിങ്ങൾക്ക് ഞാൻ വരച്ച് പഠിപ്പിച്ചു തരും. എന്താ സാർ ഇവിടെ വരക്കാത്തേ? ഇതിൻ്റെ ലെങ്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്ന് നമ്മൾ വൈകുന്നേരം ലൈവ് ഉണ്ടല്ലോ, എക്സാം സ്പെഷ്യൽ ലൈവ് ഉണ്ടല്ലോ, കൃത്യമായിട്ട് നിങ്ങളെ പഠിപ്പിച്ചു തരും. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊന്നും പഠിപ്പിക്കാതെ ഞാൻ പോയില്ല, എല്ലാം പഠിപ്പിച്ചു തരും. നന്നായി പഠിച്ചാൽ മതി നിങ്ങൾ. അടുത്തത് നോക്കടാ, വാട്ട് ഡു യു മീൻ ബൈ ഐസൊലേറ്റഡ് സിസ്റ്റം? സിസ്റ്റത്തിൻ്റെയും സറൗണ്ടിങ്ങിൻ്റെയും ഇടയിൽ എനർജി എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല, ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള സിസ്റ്റത്തിൻ്റെ പേരാണ് ഐസൊലേറ്റഡ് സിസ്റ്റം. ഹോട്ട് വാട്ടറിനെ തെർമോഫ്ലാസ്ക് അതിൻ്റെ എക്സാമ്പിളാണ്. ഹോട്ട് വാട്ടറിനെ തെർമോഫ്ലാസ്ക്. മക്കളെ ഇൻറ്റൻസീവും എക്സ്റ്റെൻസീവും സ്റ്റേറ്റും പാത്തും അതിൻ്റെ എക്സാമ്പിളൊക്കെ നമ്മൾ പറഞ്ഞതാ, വീണ്ടും പറയുന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാ മക്കളെ നീറ്റായിട്ട് പഠിച്ചു വെക്കേണ്ടത്. മക്കളെ
ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാം, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. കെമിസ്ട്രിയുടെ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അഥവാ ക്രിസ്മസ് എക്സാം കുറച്ച് ടഫായാലും ഒരു പ്രശ്നവും ഇല്ല മക്കളെ. എന്തൊക്കെയാണോ ആവശ്യമുള്ളത്, എന്തൊക്കെ പോരായ്മകളാണോ നമുക്കുള്ളത്, അതൊക്കെ ഓവർകം ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള 2-2.5 മാസം നമ്മുടെ മുന്നിലുണ്ട്. അത് കൃത്യമായി യൂട്ടിലൈസ് ചെയ്താൽ ഒരു സംശയം വേണ്ട, പബ്ലിക് എക്സാം നമ്മൾ പൊളിച്ചടക്കുക തന്നെ ചെയ്യും. ഓക്കെ, അപ്പൊ എന്താവശ്യം ഉണ്ടെങ്കിലും മക്കളെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. കെമിസ്ട്രിയുടെ കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് അത് ചെയ്തു തരും. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.